അല്ല, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്, എന്നെക്കുറിച്ച് അവിടുത്തെ മുൻ MLA പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്ലാവില പോലും മറിച്ചിടാൻ വരാത്ത ഒരാളാണ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നിലപാട് പ്രഖ്യാപിച്ച് ഞാൻ DYFIയിൽ ചേരാനുള്ള തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനി ഈ പ്ലാവില മറിച്ചിടാൻ പറ്റാത്ത ആളുകൾക്ക് എന്താണ് ഈ പാർട്ടിക്കകത്ത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. സ്വന്തം അഭിപ്രായം ഇടതുപക്ഷത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ തുടക്കം മുതൽ ഈ വിമർശനം ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഇതിൽ നിൽക്കുമ്പോൾ പോലും DYFI വിമർശിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ ഇപ്പൊ അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചോദ്യം പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കേട്ടോ, കോൺഗ്രസ്സിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എനിക്ക് ആ പാർട്ടിയിൽ നിന്ന് കിട്ടിയ സ്വീകാര്യത, അവർക്ക് ഞാൻ പറയുന്ന എൻ്റെ നിലപാടിനോട് അവരുടെ വിശദീകരണങ്ങൾ, അവരുടെ ക്ലാരിറ്റി. ഇപ്പോൾ തന്നെ നോക്കൂ, പാർട്ടി സമ്മേളനം നടക്കുകയാണ്. പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരിക്കലും നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കത്തിലല്ല, പാർട്ടിക്കകത്ത് നടക്കുന്ന ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മളൊരു അഭിപ്രായം പറയുന്നു, ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പാർട്ടി സ്വീകരിക്കണം, അത് നടപ്പിലാക്കണമെന്നല്ല. ഞാൻ പറയുന്ന അഭിപ്രായം അവർ കേൾക്കണം, അതിനൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി എനിക്ക് തരണം, എൻ്റെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ഈ CPM നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ സമ്മേളനകാലത്ത് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആൾ ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഒരു ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിന് ശേഷം ആ കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ആ പാർട്ടിക്കകത്ത് അത്തരം തിരുത്തലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സിൽ ഇത് എപ്പോഴാണ് നടക്കുക? നിയമസഭാ സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അപ്പോൾ പന്തംകൊളുത്തി പ്രകടനം ഉണ്ടാവും, അപ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അവിടെ പക്ഷേ പാർട്ടിക്കകത്തുള്ള ശുദ്ധീകരണം ഈ സമ്മേളന കാലത്ത് നടക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ വ്യത്യസ്ത അഭിപ്രായം പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന അഭിപ്രായമായിരിക്കണം പാർട്ടി നടപ്പിലാക്കണമെന്നുള്ളതല്ല. ഞാൻ പറയുന്ന അഭിപ്രായത്തെ കൂടി കേൾക്കാനും അതിന് മറുപടി പറയാനും കഴിയുന്നൊരു സംവിധാനം കോൺഗ്രസ്സിലില്ല എന്നുള്ളതാണ്. അത് CPM ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ആശങ്കയൊന്നും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും മുഴുവൻ നേതാക്കളും പിന്നെ CPMൻ്റെ മുഴുവൻ സഖാക്കളും വളരെ സ്നേഹത്തോടെ, എൻ്റെ നാട്ടിലുള്ള മുഴുവൻ സഖാക്കളും സംസ്ഥാനത്തും ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന DYFIയുടെ നേതാക്കളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയത്തിന് ഒരു സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും കൂച്ചുവലും കൊടുക്കുമെന്നൊരു തോന്നലും എനിക്ക് കാലത്തുണ്ടായിട്ടില്ല. നിലവിൽ എന്തെങ്കിലും ചുമതലകൾ നൽകുന്നതിനെ പറ്റി ചർച്ച നടന്നു? ഞാൻ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഏതെങ്കിലും ഒരു ചുമതല, ഏതെങ്കിലും പാർട്ടി സ്ഥാനം, ഇന്ന സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ പാലക്കാട് എന്നോട് ചോദിച്ചു, പാലക്കാട് സീറ്റിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നോ, ക്ലെയിം ചെയ്തിരുന്നോ? ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയമല്ല, അങ്ങനെ ഒരു കരിയർ ഒരു വെച്ചിട്ട് രാഷ്ട്രീയം നടത്തുന്ന ഒരാളല്ല. എടുക്കുന്ന നിലപാടിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. എന്തുകൊണ്ട് പാർട്ടി ഇപ്പോൾ ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ നിന്ന് VD സതീശൻ കൈകൂപ്പി നിൽക്കുന്നു? എന്താണ് ഇതിന് വിശദീകരണം? ഒരു ഖേദപ്രകടനം നടത്താൻ തയ്യാറുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഇതുവരെ ആരുടെയെങ്കിലും മുമ്പിൽ അങ്ങനെ ഖേദപ്രകടനമോ എന്താണ് ആ സാഹചര്യമോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഒരാൾ പോലും ചോദിക്കുന്നു പോലുമില്ല. CPMനകത്ത് അതുപോലെ ഒരാൾ ചെയ്താൽ അവിടെ ചോദ്യം ചെയ്യലുകളുണ്ടാവും. ഇതിനകത്ത് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ പോലുമില്ല. അതൊരു തെറ്റായി. ഇപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരനാണ് ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ നിന്നതെങ്കിൽ നമ്മൾ അതിന് അത്ര പ്രാധാന്യം കൊടുക്കില്ല. കാരണം അദ്ദേഹം അത്ര കരുതലുള്ള ഒരാളല്ല, ശ്രദ്ധിക്കുന്ന ഒരാളല്ല. പക്ഷേ VD സതീശൻ കാര്യങ്ങളെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഗോൾവൽക്കറുടെ ഫോട്ടോ കണ്ടാൽ അത് ഗോൾവൽക്കറാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം ആ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ഒരൊറ്റ ആൾ പോലും, ആർജവമുള്ള ഒരാൾ പോലും ഈ പാർട്ടിയിലില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി നേരാവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഉമ്മൻചാണ്ടി സാറിനെ ഗുരുവായി കാണുന്ന ഒരാളാണല്ലോ, അപ്പോൾ ഒരിക്കലും ഒരു പക്ഷെ പോകുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്? അല്ല, ഒരിക്കലും ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാഷ്ട്രീയം കണ്ടിട്ടല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ എന്നും ഹൃദയത്തിലുണ്ടാകും. അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മൾ പറിച്ചു വെച്ചതുപോലെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. ഞങ്ങൾക്ക് നേരിട്ട് ചെന്ന് പ്രശ്നങ്ങൾ പറയാനും അത് കേൾക്കാനും പരിഹാരം കാണാനും ഉണ്ടായിരുന്നൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആ ബഹുമാനവും അദ്ദേഹത്തെ റോൾ മോഡലാക്കാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം ആക്കിക്കൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു മതേതര നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വർഗീയതയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ December 6 ഇന്ന് ബാബരി ചർച്ച ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്.
നമുക്കറിയാം അതിനുശേഷം എത്ര ബാബരി തർക്കങ്ങൾ വന്നു, എത്ര സ്ഥലത്ത് ഇപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുന്നു, വെടിവെപ്പുണ്ടാകുന്നു, കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒരു രാജ്യം ഏറ്റവും വെല്ലുവിളി നേരിടുന്ന വർഗീയതയെ മാറ്റി നിർത്തേണ്ട ഒരു നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും SDPI ഒരു നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പുറത്ത് RSS SDPI വളരുന്നു എന്ന് പറഞ്ഞാണ് RSSും വളരുക. ഇത് പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന രാഷ്ട്രീയം മതേതരത്വം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ആ നിലപാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമേ ഇന്ന് ഈ രാജ്യത്തും കേരളത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമ്പൽ സന്ദർശിക്കാൻ പോകുന്നത് പോലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രശ്നമായി കണ്ടിട്ടാണ്. ഒന്നാമത്തെ പ്രശ്നമായിട്ട് അത് കാണാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതിപക്ഷ സംഘം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുകയും മതേതര നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് അതിന് ഈടും പാവും നൽകുന്നത് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ ഇടതുപക്ഷ മനസ്സുള്ള ആളായിരുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി ഇടതുപക്ഷമാണ് എന്നാണ്, AK ആന്റണി ഇടതുപക്ഷമാണെന്നാണ്, PT തോമസ് ഇടതുപക്ഷമാണെന്നാണ്. അങ്ങനെ ഒരു പിടി നേതാക്കൾ ഞങ്ങൾക്ക് മുമ്പിൽ വെക്കാനുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ AK ആന്റണി സാർ ഇപ്പോൾ സജീവമായിട്ടില്ല. ഉമ്മൻചാണ്ടി സാറൊക്കെ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഞങ്ങൾ. വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ എന്നും ഇടതുപക്ഷം തന്നെയാണ് മനസ്സ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ മതേതര രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകൂ എന്നുള്ളത് തിരിച്ചറിയാണ്. നെഹ്റുവിയൻ സോഷ്യലിസത്തെ കോൺഗ്രസ് പാടെ അവഗണിക്കുകയാണ്. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടം കമ്മ്യൂണിസമായിരുന്നു. കമ്മ്യൂണിസത്തിലേക്ക് പോകാൻ ഈ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് അദ്ദേഹം പോയില്ല എന്നേ ഉള്ളൂ. എന്നാൽ അതിനെ കൂടി ആ നെഹ്റുവിയൻ സോഷ്യലിസത്തോടൊപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ നെഹ്റുവിയൻ സോഷ്യലിസത്തോടൊപ്പം കമ്മ്യൂണിസം കൂടി ചേർത്ത് വെക്കുന്നേ ഉള്ളൂ. അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ന് 3 മണിക്കാണ് DYFIയുടെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിലേക്ക് 3 മണിക്ക് എന്നോട് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്.